ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു നമ്മുടെ ചാനൽ. ഞാനിവിടെ ഹോസ്പിറ്റലിലാണ്. ഉമ്മാനായിട്ട് ഉമ്മയുടെ ചോറില്ല പോയിക്കണേ. രോഗിക്ക് മാത്രം ഇവിടുന്ന് ചോറുണ്ട്, എനിക്ക് ചോറില്ല. ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം എന്നാണ് ഉമ്മ സമ്മതിക്കണില്ല. ഉമ്മ അത് എനിക്ക് വാരിത്തരും. അവിടെ ഉള്ളവരൊക്കെ നോക്കാം, അവർ വിചാരിക്കുക ഇത്രയും പിച്ചകളാണ് അവർ ഒരു ചോറ് വാങ്ങിച്ച് തിന്നണേന്. അവർ പറയും വായു ഞാൻ വാരിത്തരാം, വായു ഞാൻ വാരിത്തരാം, ഞാൻ ചോറ് വാരിത്തരും. അവിടെ ഉള്ളവരൊക്കെ എൻ്റെ വായിൽ നോക്കി. ഉമ്മാണെങ്കിൽ ചോറ് നമുക്ക് ആന്ന് വാരിത്തരൂലേ, ആ വായ തുറക്കും. ഉമ്മയും വായ തുറക്കും. ഉമ്മക്ക് പണ്ടെന്നാലുള്ളതാണ്. നമുക്ക് ചോറ് വാരിത്തരുമ്പോൾ ഉമ്മ ആ ആ ആ ആ നന്നായിട്ട് വാരി. അപ്പം ആൾക്കാരൊക്കെ എന്നെ നോക്കി. എൻ്റെ പഠിച്ചോനെ, നാളാണ് ഇനി ഓപ്പറേഷൻ. ഉമ്മാൻ്റെ കണ്ണിൽ രണ്ട് കണ്ണിൽ നല്ല തിമിരുണ്ട്. ചെരാപ്പാണ് നാളെ ലെൻസ് വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നൊരു ദിവസം ലെൻസ് വെക്കാൻ പറ്റണം. പിന്നൊരു ദിവസം മറ്റേ കണ്ണ് ഓപ്പറേഷൻ, ഒരു മാസം കഴിഞ്ഞാൽ മറ്റേ കണ്ണ് ഓപ്പറേഷത്തിന് വരണം. അങ്ങനെ ഉണ്ട്. എൻ്റെ പൊന്നേ, ഇതാണ് ഹോസ്പിറ്റലിൻ്റെ പേര്. കാണടാ, ഇതാണ് ഹോസ്പിറ്റലിൻ്റെ പേര്. ഓക്കെ, കണ്ട, പാലക്കാട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ കിത്തന്മാരുണ്ട് കേട്ടോ. കിത്തന്മാരും ഇക്കന്മാരും ചേട്ടന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ റേഞ്ച് എന്ന് പറയണതില്ല, ചാർജ് കുത്തിയേക്കാൻ സ്ഥലമില്ല. പക്ഷെ നല്ല ഹോസ്പിറ്റലാണ്. കാരണം നല്ല ഹോസ്പിറ്റലാണ്. നേഴ്സുമാരതായാലും അവരുടെയൊക്കെ സഹകരണം ഉണ്ടല്ലോ, നല്ല സഹകരണമാണ്. കാരണം ഉമ്മാനെ കൈ പിടിച്ച് അവർ കൊണ്ടുപോകണതും അതേമാതിരി തന്നെ എല്ലാത്തിനും. നമ്മളൊക്കെ വേറെയുള്ള ഹോസ്പിറ്റലിൽ പോയാൽ വേറെയുള്ള ഹോസ്പിറ്റൽ ഇത് പ്രൈവറ്റായി ചെയ്യണവരും ഉണ്ട്, ഫ്രീ ആയിട്ട് നമ്മളെ കാർഡ് ഉണ്ടല്ലോ, ചികിത്സാ കാർഡ്, അത് വെച്ച് ചെയ്യണവരും ഉണ്ട്. പക്ഷെ എല്ലാവരോടും ഒരേമാതിരി അവരെന്നെ കൊണ്ടുപോകണതും കൈ പിടിച്ച് കൊണ്ടുപോകണതും ഒക്കെ. അതൊക്കെ കാണുമ്പോഴല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കാണുന്നത്. കൈ പിടിച്ച് നേഴ്സുമാരിങ്ങനെ കൊണ്ടുപോകണതും. മെഡിക്കൽ കോളേജിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, കുറ്റം പറയണതല്ല. ഇപ്പം കൈ ഒടിഞ്ഞവനുണ്ടെങ്കിൽ ആ അതിൻ്റെ കൂടെ വേറെ ആരില്ലെങ്കിൽ ആ കൈ ഒടിഞ്ഞവൻ തന്നെ ആ കടലാസായിട്ട് പോകണം. ഇവിടെ അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോ നേഴ്സുമാർ. അത് കണ്ടു നോക്കുമ്പോൾ ഞാൻ പഠിച്ചോനെ നന്നായി നോക്കുന്നുണ്ട് അവർ. ഞാൻ പറഞ്ഞു ഞാൻ പിടിക്കും മനസ്സിൽ 2-3 ആൾക്കാരെ കൂടെ ഒന്നും ആരുമില്ല. അപ്പം നമ്മൾ അവരെ കൂടെ നേഴ്സുമാരുണ്ട്. എന്തൊരു സ്നേഹത്തിൽ അവർ വർത്താനം പറയണത്. അങ്ങനെയൊക്കെ ആണ് ഹോസ്പിറ്റലിൻ്റെ വിശേഷം. ഇനി നാളെ എണീക്കണം. പ്രത്യേകിച്ച് പിന്നെ വേറെന്താ പറയാനുള്ളത്, പ്രത്യേകിച്ചൊന്നും അങ്ങനെയില്ല. ഉമ്മക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഉമ്മ അങ്ങനെ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഇതാക്കാൻ തരും. ഉമ്മക്ക് ഭയങ്കര, ഉമ്മക്ക് സൂചി കുത്തനൊക്കെ ഭയങ്കര പേടിയാണ്. ഉമ്മ എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കും. ഫസ്റ്റ് ധൈര്യമുള്ള ആളോട് വന്നിരിക്കണത്, അതുകൊണ്ടായിരിക്കും. അല്ലാ എനിക്ക് വയ്യ. അങ്ങനെയാണ് മക്കളെ. കേട്ട അവിടെയൊക്കെ ചോറൊക്കെ ഇവിടെ ഫ്രീ ആട്ടോ. നല്ല ചോറ്, നല്ല ജയരിയുടെ ചോറ്, നല്ല കട്ട സാമ്പാർ, പച്ചപ്പയർ ഉപ്പേരി, വെള്ളം. അതന്നെ വന്നപ്പം തന്നെ ഇവർക്ക് ചോറുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരം വൈകിട്ട് വന്നല്ലേ, വന്നപ്പം തന്നെ ഇവർക്ക് ചോറും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെന്താ, അപ്പം ഇത്രയൊക്കെ ഒന്നുള്ള കുഞ്ഞു വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചേട്ടൻ ചോറുന്നാ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും. കുത്തിയേക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാ. രാത്രിയായി, പറഞ്ഞൊരു 9 മണിയൊക്കെ കഴിയുന്നതുകൊണ്ട് ഒരു മനുഷ്യനില്ല. അവിടെ വാടിയിലാണെങ്കിൽ ചാർജ് കുത്തണതുമില്ല. എന്തൊരു ഭംഗി. അവിടെ ഒരു വിളക്കിരിക്കണേ കണ്ട, നല്ല ഭംഗിയില്ലേ. ഓരോരുത്തർ ജോലിയൊക്കെ കഴിഞ്ഞ് പോകാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഒരു മനുഷ്യനില്ല, ഞാൻ മാത്രം. ഞാൻ ഇങ്ങനെയും മുഖം നോക്കിയിരിക്കുകയാണ് മക്കളെ. അല്ലാ, നാളെ എപ്പോഴാണ് ഒരു കുഴപ്പമില്ല, വണ്ടി നിന്നാൽ മതി പഠിച്ചോനെ. അത് മാത്രമാണ് ഞാൻ പഠിച്ചോനോട് ദുആ ചെയ്യണം. നാളെ ഒരു കുഴപ്പമില്ലാണ്ട് ഇതാക്കി കഴിഞ്ഞ് കിട്ടിയാൽ മതി. ഉമ്മാക്ക് നല്ല പേടിയുണ്ട്. ഉമ്മ ഇപ്പം തന്നെ ഇതാവാൻ തുടങ്ങിയിട്ടുണ്ട്.